എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും ഹെൽത്തി ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ സാമ്പാർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുൻപ് 5 തരത്തിലുള്ള സാമ്പാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ ടൈപ്പ് സാമ്പാറാണ്. അപ്പൊ ഈ സാമ്പാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സാമ്പാറിൽ ചെയ്യുന്ന പോലെ സാമ്പാർ പൊടി ഇടണ്ട, അതുപോലെ തന്നെ വറുത്തരച്ച സാമ്പാറും അല്ല, തേങ്ങയും വേണ്ട. എല്ലാം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലേഴ്സ് സ്പെഷ്യൽ സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് കുക്കറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 1 പോട്ട് സാമ്പാർ എന്ന് നമുക്ക് പേരിടാം. കാരണം കുക്കറില്ലെങ്കിലും ഏത് പാത്രത്തിൽ വെച്ചിട്ടും അടച്ച് ചെയ്താൽ മതിയാകും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയ സമയത്ത് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം സാമ്പാർ പൊടിയൊക്കെ വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന നെയ്പത്തല് ഒരുപാട് പേര് തയ്യാറാക്കി, എല്ലാവർക്കും സക്സസ് ആയി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അതുപോലെ തന്നെ ഇനിയും കൂടുതൽ റെസിപ്പീസ് ഞാൻ തീർച്ചയായിട്ടും റമദാന് വേണ്ടി ഇടാം. അപ്പോൾ ഞാൻ ഓൾറെഡി റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാം കൂടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് സാമ്പാർ പൊടിയും തേങ്ങയൊന്നും ഇല്ലാത്ത സാമ്പാർ, സിമ്പിൾ ബാച്ചിലർ സാമ്പാർ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പോൾ 2 പൊട്ടറ്റോ, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, പിന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെണ്ടയ്ക്ക എടുത്ത് ഒരു 4 വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുരിങ്ങക്കായ, അതുപോലെ തന്നെ മത്തങ്ങ. എൻ്റെ കയ്യിൽ മത്തങ്ങ ഇല്ല, മത്തങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും സാമ്പാർ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ മത്തങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗമാണ്. പിന്നെ ഒരു പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപ്പ്, ഞാനിവിടെ 1/2 ഗ്ലാസ് തൂരപ്പരിപ്പ് വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണിത്. അപ്പോൾ ഞാൻ ശരിക്കും പ്രിഫർ ചെയ്യുന്നത് കടലപ്പരിപ്പാണ്. ഞാൻ എൻ്റെ പഴയ സാമ്പാറിൽ കാണിച്ച പോലെ തന്നെ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ കടലപ്പരിപ്പ് ചിലപ്പോൾ അവൈലബിൾ ആയിന്ന് വരില്ല. അപ്പോൾ കടലപ്പരിപ്പാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തൂരപ്പരിപ്പ് ആയതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ 1/2 ഗ്ലാസ് നമ്മൾ പരിപ്പിൻ്റെ അളവ് കൂട്ടുന്തോറും ഈ സാമ്പാർ നല്ല തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ എല്ലാം കൂടി ഒരു ബൗളിലിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ. ഇതിൽ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്, അതായത് പിരിയൻ മുളകിൻ്റെ പൊടി. നമുക്കതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് മാറ്റം വരുത്തിയാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് പറയുന്നത്. ഞാൻ ഇത്ര നേരം ടീസ്പൂണിൻ്റെ കണക്കിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഉലുവയുടെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അവസാനം കാച്ചുന്ന സമയത്ത്, അതായത് സീസൺ ചെയ്യുന്ന സമയത്ത് ഉലുവ ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ തൽക്കാലം 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു കയ്പ്പരസം വരും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് നല്ല കട്ടിക്കായം ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാമ്പാറിലേക്ക് ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ പൊടികളുടെ കൂട്ടത്തിൽ ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ കട്ടിക്കായം ഉണ്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ പൊടിച്ച കായത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതേസമയം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ആകാം. കാരണം വീട്ടിൽ പൊടിക്കുന്നത് നമ്മൾ കട്ടിക്കായം വാങ്ങിച്ചിട്ട് ഞാൻ പൊടിക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കൂടുതലാണ്. അപ്പോൾ അത് 1/2 ടീസ്പൂൺ മതിയാകും. അപ്പോൾ ഞാനിതിൽ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുന്ന സമയത്ത് ഈ പൊടികളൊന്നും കരിഞ്ഞു പോയില്ല. അതിനാണ് നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നമ്മൾ കട്ടിക്കായാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് കട്ടിക്കായം ആണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് റെഡിയാക്കി അങ്ങ് മാറ്റി വയ്ക്കാം. 1/4 ഗ്ലാസോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മതിയാകും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് സാമ്പാർ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് മുൻപ് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട്
ഒരു അരമണിക്കൂറോളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സൈസ് പുളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി. ഇത് നമ്മൾ മുഴുവനും ഒറ്റ സ്ട്രെച്ചിന് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കുക, എന്നിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാമ്പാറിൽ പുളി കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തക്കാളി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളി യൂസ് ചെയ്യുമ്പോൾ പുളിയുടെ അളവ് കുറയ്ക്കണം. അതേസമയം നിങ്ങൾ തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താലും മതി. പിന്നെ മാത്രമല്ല, ഓരോരുത്തർക്കും പുളിയുടെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ചിലർക്ക് നല്ല പുളിയുള്ള സാമ്പാറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സാമ്പാർ റെഡിയാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ കലച്ചട്ടി ഉണ്ടെങ്കിൽ കലച്ചട്ടി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ പാത്രത്തിൽ ചെയ്താൽ മതിയാകും. കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അതുകൊണ്ടാണ് കുക്കർ എടുത്തിരിക്കുന്നത്. പക്ഷേ പല ബാച്ചിലേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് വലിയ കുക്കർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമാണോ അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഇവിടെ ഞാൻ 5 ലിറ്ററിൻ്റെ നോൺ സ്റ്റിക്ക് കുക്കറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് പ്രീമിയർ ആണ് കുക്കറിൻ്റെ ബ്രാൻഡ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന കുക്കറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ സാമ്പാർ ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് പകുതി സവാള മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. സവാള ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സവാള ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 6-7 ചെറിയുള്ളി 2 കഷ്ണങ്ങളായിട്ട് നെടുകെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എൻ്റെ ആദ്യത്തെ സാമ്പാറിൽ ഞാൻ 1 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സാമ്പാറിൽ വെളുത്തുള്ളി ഇടില്ലയാണ്. സാധാരണ ഇടാറില്ല, പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങളുടെ റിക്വസ്റ്റ് പരിഗണിച്ചിട്ട് വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു അല്ലി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഈ സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ. പിന്നെ എന്തായാലും ഇത് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ടതാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൗഡേഴ്സാണ്. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റോളം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ സമയം കൂടുതൽ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൊടികളെല്ലാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ചെറിയ തീയിലിട്ടതിന് ശേഷം. അപ്പോൾ പിന്നെ ഇതിലിടുമ്പോൾ അധികം സമയം വഴറ്റേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഞാൻ റോസ്റ്റ് ചെയ്യാത്ത പൊടികളാണ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സമയത്ത് റോസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം. നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സാമ്പാറിനൊരു ഈ പൊടികളിലേക്ക് ഒരു റോ ടേസ്റ്റ് വരും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2-3 മിനിറ്റ് ഇത് വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം തക്കാളി, നല്ല പഴുത്ത തക്കാളി, ഇതും നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതെൻ്റെ അമ്മ പണ്ട് ചെയ്തിരുന്ന റെസിപ്പിയാണ്. ഈ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപൊക്കെ ആയിട്ട് അമ്മയല്ല ശരിക്കും പറഞ്ഞാൽ അമ്മാമ്മയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സാമ്പാറായിരുന്നു. പിന്നെ സാമ്പാർ പൊടിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ കുറേ പേര് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, ഈ സാമ്പാർ പൊടി തേങ്ങയൊന്നും ഇല്ലാത്ത സാമ്പാർ ബാച്ചിലേഴ്സ് സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഓ ശരിയാണല്ലോ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. തക്കാളി ഒന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ തക്കാളി വാട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ സാധാരണ തക്കാളി വാട്ടാറില്ല, പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് തക്കാളി വാട്ടിയിട്ടെന്ന് മാത്രം. ഒരുപാട് അങ്ങ് കുക്കാവണമെന്നൊന്നുമില്ല, എന്തായാലും ഇത് കിടന്ന് കുക്കാവേണ്ടതാണ്. 2 മിനിറ്റോളം ഒന്ന് ഇതിൽ കിടന്ന് കുക്കായിക്കോട്ടെ. നമ്മുടെ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് 6ാമത്തെ സാമ്പാറാണ് കേട്ടോ ഇത്. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഇവിടെ പിള്ളേർക്ക് പൊട്ടറ്റോ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ ചേർത്തിരിക്കുന്നത്. പൊട്ടറ്റോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഇതിൽ ചേർക്കുന്ന പച്ചക്കറികൾ ഇന്ന പച്ചക്കറി വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് എടുക്കുക. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പരിപ്പിൻ്റെ അളവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയാണ്. പുളിയുടെ അളവ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഒരുമിച്ച് ഒഴിക്കണ്ട. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ ഒരു 1/4 ഭാഗം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നോക്കുക. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം. എല്ലാ ഭാഗത്തുനിന്നും പരിപ്പും മസാലയൊക്കെ കുക്കറിലോട്ട് വടിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ആ പുളിരസം എങ്ങനെയുണ്ട് നോക്കട്ടെ. എനിക്കിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഓക്കെ, തൽക്കാലം ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് വരുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ, അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, എല്ലാ കഷ്ണങ്ങളും നന്നായി കുക്കായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി കുറച്ചും കൂടെ വേണം, ഞാനിതിൽ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1-2 പൊട്ടറ്റോവും അതുപോലെ കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ സാമ്പാറിന് ഒരു ഇച്ചിരി ഒന്ന് തിക്നെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാം കൂടി ഒന്ന് യോജിച്ചിരിക്കുന്ന അവസ്ഥ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇത് ഇരിക്കും തോറും സാമ്പാർ ഇച്ചിരി തിക്നെസ് കൂടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് പരിപ്പ് അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇച്ചിരി വെള്ളമായിട്ട് ഇരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ തിക്കായിട്ടുള്ള സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്കിത് തീ ഓൺ ചെയ്ത് കൊടുക്കുക. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. ആ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക വാട്ടി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടി എടുത്തിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ സാമ്പാർ ഒരു 10 മിനിറ്റോളം തിളയ്ക്കണം കേട്ടോ. ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് 10 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോഴാണ് ആ പൊടികളുടെയും അതൊക്കെ ഒരു എന്തെങ്കിലും ഒരു റോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുള്ളൂ. പിന്നെ കഷ്ണങ്ങളിലോട്ടൊക്കെ ഈ സാമ്പാറിൻ്റെ എല്ലാ മസാലകളൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കാച്ചി ഒഴിക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. അതായത് പുളിയും ഉപ്പും എരിവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അടിപൊളി, എല്ലാം എനിക്ക് പാകത്തിനാണ് കേട്ടോ. പിന്നെ ഇത് സാമ്പാറൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് സൂപ്പറായിരിക്കും. എല്ലാം നന്നായിട്ട് അങ്ങ് പിടിച്ച് ചോറിലേക്കൊക്കെ സൂപ്പറായിരിക്കും. ചോറ് മാത്രമല്ല കേട്ടോ, ഞാനിവിടെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് സാമ്പാർ. സാമ്പാർ എന്ന് പറഞ്ഞാൽ മിക്ക ദിവസം എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടാവും. ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് 2 ദിവസം അത് ഓടും. അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അവ എപ്പോഴും പറയും അമ്മയുണ്ട്, അമ്മയുടെ ഒരു സാമ്പാറുണ്ടെന്ന്. പക്ഷേ സാമ്പാർ എൻ്റെ ഒരു സ്റ്റേപ്പിൾ ഫുഡ് പോലെയാണ്. കാരണം സാമ്പാർ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്, എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമല്ലോ. നല്ല കളർ വന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാറിന്. നന്നായി ഇത് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് കാച്ചി ഒഴിക്കാം കേട്ടോ. നമ്മുടെ സാമ്പാർ നന്നായി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇടാം, പക്ഷേ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതെന്തിനാണ് ഈ ശർക്കര ഇടുന്നതെന്ന് അല്ലേ. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത്. പക്ഷേ ചിലവർക്ക് ശർക്കര ഒരുപാട് ഇടില്ല കേട്ടോ, ലൈറ്റായിട്ട് മാത്രം ഇടാൻ പാടില്ലേ. പക്ഷേ അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടണ്ട. അതുപോലെ തന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ കാച്ചുന്ന സമയത്ത് കടുകിൻ്റെ കൂടെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കാം. അത് പക്ഷേ തമിഴ് സാമ്പാറിലാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മുടെ കേരള സാമ്പാറിൽ ഞാൻ ജീരകം ഇടാറില്ല കേട്ടോ. കഴിഞ്ഞ സാമ്പാറിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി നമ്മുടെ സാമ്പാർ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ 2 മിനിറ്റും കൂടെ തിളച്ചോട്ടെ. അപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെക്കുക. ഞാൻ ഇതിൽ നേരത്തെ വെണ്ടയ്ക്ക വാട്ടിയിട്ടുള്ള എണ്ണ കുറച്ച് അതിൽ ബാക്കി ഇരിപ്പുണ്ട്. അതിലോട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ തീ വെക്കുക. പണ്ടൊക്കെ എൻ്റെ അമ്മാമ്മയൊക്കെ നെയ്യിലാണ് കാച്ചി ഒഴിക്കാറ്. പക്ഷേ എനിക്ക് നെയ്യിൻ്റെ വാസന അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കണം. ഇനി തീ നമുക്ക് കുറച്ച് വയ്ക്കാം. ഉലുവയുടെ അളവ് ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉലുവ ചേർത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഞാൻ ഉലുവയുടെ പൊടി നേരത്തെ ചേർത്തിട്ടുള്ള കാരണം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കായത്തിൻ്റെ കുറച്ച് ഫ്ലേവർ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചിട്ടുണ്ട്. അത് നമ്മളുടെ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ആഹാ, എന്താ വാസന എന്നറിയോ. എന്നിട്ട് കുറച്ച് സാമ്പാർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇത്രയുള്ളൂ പരിപാടി. നമ്മുടെ അടിപൊളി ഈസി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ പൊടി ഇട്ട സാമ്പാറിൻ്റെ വാസന അത്ര വരില്ലെങ്കിൽ പോലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സൂപ്പറാണ്. ഇനി നമ്മൾ അടച്ചു വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. പിന്നെ ഇത് കണ്ടില്ലേ, കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇപ്പോൾ നല്ല പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഇരിക്കും ഇച്ചിരി കൂടി ഒന്ന് കട്ടിയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇതിലേക്ക് അവസാനമായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നാടൻ സാമ്പാറിൽ മല്ലിയില ഇടാറില്ല.
ഈ തമിഴ്നാട് സാമ്പാറിൽ മാത്രം മല്ലിയില ഇടാറുള്ളൂ കേട്ടോ. അത് ഡിപ്പെൻഡ്സ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞാൻ ഓഫ് ചെയ്യാണ് തീ. ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി. എനിക്ക് എരിവ് കുറച്ച് വേണം സാമ്പാറിന്. അതേസമയം ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി ഉണ്ടല്ലോ, ഒരു 1.25 ടീസ്പൂൺ ചേർത്തില്ല, അത് അത്ര ചേർക്കണം എന്നില്ല. അതിന് പകരം കാശ്മീരി മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ എനിക്ക് പാകമാണ് എരിവ്. പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും ഈ എരിവ് വേണ്ടി വന്നു എന്ന് വരില്ല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയുക. മാത്രമല്ല ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് അത്ര പറയാനുള്ളൂ. എന്താ പറയുക, നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വളരെ കുറവാണ്. ആ ലുദ്ദൊന്നും കാണിക്കരുത് കേട്ടോ. വിൻ ചേച്ചിനോട് അടുത്ത് കുറേ പേര് ഇങ്ങനെ നന്ദി അറിയിക്കുന്നതൊക്കെ എനിക്ക് മെയിലും മെസ്സേജൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലോട്ടൊന്ന് എത്തിക്കുക. അത്രമാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതി. അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സാമ്പാർ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കണ്ട, ഇതുപോലെയാണ് ഇപ്പോൾ എൻ്റെ സാമ്പാർ ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഥവാ നിങ്ങളുടെ സാമ്പാർ ഇച്ചിരി തിക്കായിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്